വമ്പൻ അട്ടിമറിയാണ് ഇടതുപക്ഷ കോട്ടയായിരുന്ന ഇടത്ത് സംഭവിച്ചിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും. വിശദമായി പറയുകയാണെങ്കിൽ ഒറ്റയടിക്ക് 610 പേരാണ് ഈ പറയുന്ന തരത്തിൽ ഇടതുപക്ഷ ചായ്വുള്ളവർ 200ഓളം കുടുംബങ്ങളിൽ നിന്നും 610 വോട്ടർമാർ ഇപ്പോൾ BJPയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നടന്നിരിക്കുന്നത് ഇടതുപക്ഷ കോട്ടയായിരുന്ന, ഒരു നാൾ ഇടതുപക്ഷം വളരെ വലിയ തോതിൽ ഭരിച്ചിരുന്ന സ്ഥലമായിട്ടുള്ള ത്രിപുരയിലാണ് ഇപ്പോൾ ഈ ഒരു സംഭവ വികാസം നടന്നിരിക്കുന്നത് എന്ന് എടുത്തു പറയണം. അതായത് ഇടതുപക്ഷ ചായ്വുള്ള നിരവധി കുടുംബങ്ങളിൽപ്പെട്ട 610ഓളം പേർ ഇപ്പോൾ BJPയിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. ഇവരെ കൂടാതെ തന്നെ കോൺഗ്രസിൽ ഉൾപ്പെട്ടവരും BJPയിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. പക്ഷേ ഏറെ കൂടുതൽ പേർ ജോയിൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ CPIM വിട്ടുകൊണ്ടാണ്. ഈ പറയുന്ന തരത്തിൽ ത്രിപുരയിൽ BJPയിൽ ഏകദേശം 610ഓളം പേർ കൂട്ടമായി ജോയിൻ ചെയ്തിരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് തന്നെ. ഇത് നടന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഗോമതി ജില്ലയിലെ ബാറ്റ്മയിലെ കില്ല ബസാറിൽ നടന്ന ചേരൽ പരിപാടിയിലാണ് ഡോക്ടർ സാഹ ഇക്കാര്യം തുറന്നടിച്ച് പറഞ്ഞത്. അതായത് 200 കുടുംബങ്ങളിൽ നിന്നുള്ള 610 വോട്ടർമാരാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ BJPയിൽ ചേർന്നിരിക്കുന്നത് തന്നെ. പുതിയ അംഗങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഡോക്ടർ സാഹ പറഞ്ഞത് BJP ഇല്ലാതെ സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും വികസനം സാധ്യമല്ലെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയെന്നും ഇന്ന് BJPയിൽ ചേർന്ന ആളുകളെ സ്വാഗതം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നും കോൺഗ്രസും ഇടതുപക്ഷവും മടുത്തിട്ടാണ് ഈ പറയുന്ന തരത്തിൽ ഇവരെല്ലാവരും ഇപ്പോൾ BJPയിൽ ജോയിൻ ചെയ്യുന്ന കണക്ക് കാര്യങ്ങൾ മാറിയെന്നുമാണ് അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ത്രിപുര പോലുള്ള ഒരു സ്ഥലത്ത് നിലവിൽ ഈ പറയുന്ന രീതിയിൽ അവിടെ ഇടതുപക്ഷത്തിനോ അതോടൊപ്പം തന്നെ വലതുപക്ഷത്തിനോ ഒരു തരത്തിലുമുള്ള ഒരു മേൽക്കൈ ഇല്ലാത്ത ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ അവിടെ ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ എല്ലാ കോട്ടകളും തകർത്തുകൊണ്ട് അവിടെ BJP ആധിപത്യം സ്ഥാപിച്ചു എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിനുശേഷം പിന്നെ ഒരു തരത്തിലുമുള്ള മേൽക്കൈ നേടാനായിട്ട് അവിടെ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഓരോ ദിവസം കഴിയും തോറും അവിടെ ഇടതുപക്ഷം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിരവധി പേർ ഈ പറയുന്ന തരത്തിൽ ഇടതുപക്ഷം വിട്ടുകൊണ്ട് BJPയിലേക്ക്, ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ കോൺഗ്രസും വിട്ടുകൊണ്ട് BJPയിലേക്ക് ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ത്രിപുരയിൽ കാണുന്നത്. അതായത് BJPയുടെ ഒരു ആധിപത്യം എല്ലാ അർത്ഥത്തിലും പൂർണ്ണ തോതിൽ ഇപ്പോൾ ത്രിപുരയിൽ ആയിക്കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അതുപോലെയാണ് ഇപ്പോൾ ഇടതുപക്ഷവും കോൺഗ്രസും എല്ലാ അർത്ഥത്തിലും തരിപ്പണമാവുന്ന തരത്തിലോട്ട് ഇപ്പോൾ ത്രിപുരയിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നതും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിനും ഉള്ളവർ നിരവധി പേർ ഇപ്പോൾ BJPയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് ത്രിപുരയിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നത്.